ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് MEDC. നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സൊല്യൂഷൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇന്നത്തെ ഈ സെഷനിൽ റൂട്ട് ലോക്കസ് ടെക്നിക്ക് ഡിസംബർ 2019 റെഗുലർ എക്സാമിന് ചോദിച്ച റൂട്ട് ലോക്കസ് ടെക്നിക്കിൻ്റെ ഒരു ഫുൾ സൊല്യൂഷനാണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. എസ് എ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ച ഒരു പ്രോബ്ലമാണ്. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും റൂട്ട് ലോക്കസിൽ നിന്ന് ഒരു എസ് എ ക്വസ്റ്റ്യൻ ഷുവറായിട്ടും കാണും. നമ്മൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ സെപ്പറേറ്റ് റൂട്ട് ലോക്കസിന് ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ വീഡിയോസ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് കേസസ് വരുന്ന റൂട്ട് ലോക്കസിൻ്റെ സൊല്യൂഷൻസ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒന്ന് വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ സെഷനിൽ ലാസ്റ്റ് ഇയർ, അതായത് റെഗുലർ എക്സാം ഡിസംബർ 2019 KTUവിന് ചോദിച്ച റൂട്ട് ലോക്കസിൽ നിന്നുള്ള ഒരു പ്രോബ്ലമാണ്. സ്കെച്ച് ദ റൂട്ട് ലോക്കസ് ഓഫ് ദ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഹൂസ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. GSHSന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 9 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കേസിൽ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ GSHS ഗിവൺ ആണ്. ദറ്റ് ഈസ് K ഡിവൈഡഡ് ബൈ S ഇൻറ്റു S പ്ലസ് 4 ഇൻറ്റു S സ്ക്വയർ പ്ലസ് 4S പ്ലസ് 20. ഇത് നമ്മൾ ഫുള്ള് സ്റ്റെപ്സ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്യും. അതിനുശേഷം സൈലാബിൽ ഇതൊന്ന് സിമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ആ ഫിഗറും കൂടെ ഒന്ന് കാണിക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ആക്ച്വലായിട്ട് സൈലാബ് ഒരു മാറ്റ്ലാബ് പോലത്തുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിനകത്ത് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ GSHS റൂട്ട് ലോക്കസ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ലാസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ റൂട്ട് ലോക്കസിൻ്റെ തിയറിയും അതിൻ്റെ കൺസെപ്റ്റ് പ്രൊസീജിയർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും ഓരോ സ്റ്റെപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യാം. ഇന്നത്തെ ഇതിനകത്ത് ജസ്റ്റ് ഇതിൻ്റെ സൊല്യൂഷൻ, കംപ്ലീറ്റ് സൊല്യൂഷൻ മാത്രമേ കാണത്തുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. ഓക്കെ, ഇപ്പം റൂട്ട് ലോക്കസിൻ്റെ ഇങ്ങനൊരു പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പോൾസും നമ്പർ ഓഫ് സീറോസും ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റെപ്പായിട്ട് തന്നെ പറയാം. സ്റ്റെപ്പ് 1, നമ്പർ ഓഫ് സീറോസും നമ്പർ ഓഫ് പോൾസും ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്പർ ഓഫ് സീറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന GSHSൽ ന്യൂമറേറ്ററിൽ എസിൻ്റെ വാല്യൂ ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ സീറോ വാല്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ കേസിൽ ന്യൂമറേറ്ററിൽ എസിൻ്റെ വാല്യൂസ് ഒന്നുമില്ല. സോ നമ്പർ ഓഫ് സീറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നില്ലായിരിക്കും. സീറോ മീൻസ് എന്താണ്? ന്യൂമറേറ്ററിൽ എസിൻ്റെ വാല്യൂ നമ്മൾ ഇക്വേറ്റ് ടു സീറോ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ എസിൻ്റെ വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത് സീറോസ് എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ എസ് ഇല്ല ന്യൂമറേറ്ററിൽ. സോ നമ്പർ ഓഫ് സീറോസ് മീൻസ് നില്ലാണ്. മീൻസ് അതിൻ്റെ കൂടെ തന്നെ നമ്പർ ഓഫ് പോൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമ്പർ ഓഫ് പോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഈക്വേറ്റ് ടു സീറോ കൊടുക്കും. അപ്പോൾ കിട്ടുന്ന എസിൻ്റെ വാല്യൂസ് ഇവിടെ നോക്കുമ്പോൾ നമ്പർ ഓഫ് പോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസിൻ്റെ ഹയസ്റ്റ് പവർ ആയിരിക്കും നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഹയസ്റ്റ് പവർ വരുന്ന S⁴ ആണ് ഡിനോമിനേറ്ററിൽ. സോ നമ്പർ ഓഫ് പോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആയിരിക്കും. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് 1. ഇനി സ്റ്റെപ്പ് 2 ചെയ്യാം. നമുക്ക് അതിൻ്റെ വാല്യൂ, പോൾ വാല്യൂസും സീറോ വാല്യൂസും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ നമ്പർ ഓഫ് സീറോസ് 0 ആണ്. സോ സീറോ വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നായിരിക്കും? 0 ആയിരിക്കും. ഇതിനകത്ത് പ്രത്യേകിച്ച് നില്ലാണ്, അതുകൊണ്ട് അതിൻ്റെ വാല്യൂസും 0 തന്നെയായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് പോൾ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പോൾ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പോൾ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഡിനോമിനേറ്റർ ഇക്വേറ്റ് ടു 0 ചെയ്യുക. ഇതിൻ്റെ കേസിൽ ഡിനോമിനേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ S ഇൻറ്റു S പ്ലസ് 4 ഇൻറ്റു S സ്ക്വയർ പ്ലസ് 4S പ്ലസ് 20 ആണ്. അതിന് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ കിട്ടുന്ന എസിൻ്റെ വാല്യൂ ആണ് പോൾ വാല്യൂസ് എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ വരും? S is equal to 0,
then s is equal to -4. നെക്സ്റ്റ് വരുന്നത് s സ്ക്വയർ പ്ലസ് 4s പ്ലസ് 20 ഈക്വൽ ടു 0 എന്നാണ്. ഇവിടെ രണ്ട് റൂട്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ -p പ്ലസ് ഓർ മൈനസ് ഇക്വേഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ കൊടുത്തിട്ടോ നമുക്ക് എന്ത് കിട്ടും? എസിൻ്റെ വാല്യൂസ് കിട്ടും. ഇവിടെ s സ്ക്വയർ ആൻഡ് രണ്ട് വാല്യൂസ് കാണും. അതിൽ കിട്ടുന്ന വാല്യൂസ് ഫസ്റ്റ് എസിൻ്റെ വാല്യൂ -2 പ്ലസ് 4j ആണ്. സെക്കൻഡ് s is equal to -2 മൈനസ് 4j ആണ്. അങ്ങനെ ടോട്ടലി ഉള്ള പ്രോബ്ലത്തിൽ നമുക്ക് പോൾ വാല്യൂസ് ഫസ്റ്റ് വാല്യൂ s is equal to 0, സെക്കൻഡ് വാല്യൂ s is equal to -4, തേർഡ് വാല്യൂ -2 പ്ലസ് 4j ആൻഡ് ഫോർത്ത് വാല്യൂ -2 മൈനസ് 4j. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പോൾസും സീറോസിൻ്റെ വാല്യൂ കിട്ടി. അത് വെച്ചിട്ട് വി നീഡ് ടു പ്ലോട്ട് ദ പോൾ സീറോ പ്ലോട്ട്. അതാണ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 പ്ലോട്ട് പോൾ സീറോ പ്ലോട്ട്. പോൾ സീറോ പ്ലോട്ട് അത് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എസ് പ്ലെയിനിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഇത് സിഗ്മ, ദിസ് ഈസ് ജെ ഒമേഗ. അതിൽ ഇവിടെ സീറോ വാല്യൂസ് ഇല്ല, ഓൾറെഡി സീറോ വാല്യൂസ് ഇല്ല. പോൾ വാല്യൂസ് ഏതൊക്കെയാണ് വരുന്നത്? s is equal to 0 പോൾ വാല്യൂ ഉണ്ട്, s is equal to -4ലും പിന്നെ ഈ രണ്ട് വാല്യൂസിലും പോൾ വാല്യൂസ് ഉണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്യാം. പോൾ നമ്മൾ സ്മോൾ ക്രോസ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, പോൾ വാല്യൂസ് ഒന്ന് 0യിൽ ഒരെണ്ണം ഉണ്ട്. ഞാനിവിടെ -1, -2, -3, -4. സെക്കൻഡ് പോൾ വാല്യൂ ഉള്ളത് -4ലാണ്. ഇവിടെ -4ലും ഒരു പോൾ വാല്യൂ മാർക്ക് ചെയ്തു. എസ് പ്ലെയിൻ ആണ്. ഇനി ഏതൊക്കെയാണ് ഈ രണ്ട് പോൾ വാല്യൂസ് നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. -2 പ്ലസ് 4j എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് -2, ഇതാണ് j എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും? ഈ ഒരു പോയിന്റിലായിരിക്കും എന്ത് വരുന്നത്? -2 പ്ലസ് 4j. സിമിലർലി ലാസ്റ്റ് പോൾ വരുന്ന -2 മൈനസ് 4j ആണ്. ദിസ് ഈസ് -2, ദിസ് ഈസ് 4j. ഇത് j ഒമേഗ ആക്സിസ് ആണ്, ഇത് റിയൽ ആക്സിസ് ആണ്. ഇതിൻ്റെ കേസിൽ ഈ ഒരു പോയിന്റിലായിരിക്കും -2 മൈനസ് 4j വരുന്നത്. ഇപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പോൾ സീറോ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഇത് ഏത് കേസ് വരുന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഇവിടെ കോംപ്ലക്സ് പോൾ വരുന്ന കേസാണ്. കോംപ്ലക്സ് പോൾ കേസാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും? ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പോൾ സീറോ പ്ലോട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. സിമ്പിൾ പോൾ കേസ് ആണോ കോംപ്ലക്സ് പോൾ കേസ് ആണോ അത് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ എല്ലാ കേസും നമ്മൾ പ്രീവിയസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ഇനി ഫോർത്ത് സ്റ്റെപ്പ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 4. അതായത് ഇതിൻ്റെ കേസിൽ എത്ര റൂട്ട് ലോക്കസ് ഉണ്ടെന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ നമ്പർ ഓഫ് റൂട്ട് ലോക്കസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്പർ ഓഫ് റൂട്ട് ലോക്കസ് അതിൻ്റെ ഇത് വരുന്ന ഇക്വേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് റൂട്ട് ലോക്കസ് ഈക്വൽ ടു പി ഇഫ് പി ഗ്രേറ്റർ ദാൻ ഇസഡ് ആൻഡ് ഈക്വൽ ടു ഇസഡ് ഇഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ പി. അതിൽ പിയും ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ ഓഫ് സീറോസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഇസഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്പർ ഓഫ് പോൾസിനെ നമ്മൾ ക്യാപിറ്റൽ പി കൊണ്ട് ഡിനോട്ട് ചെയ്യും. എത്ര പോൾ ഉണ്ട്, എത്ര സീറോ ഉണ്ട്, സീറോസിൻ്റെ ഇസഡും പോൾസിൻ്റെ പിയും. ഇതാണ് നമ്പർ ഓഫ് പോൾസും നമ്പർ ഓഫ് സീറോസും. ഈ നമ്പർ ഓഫ് റൂട്ട് ലോക്കസ് എത്ര ഉണ്ടെന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണോ പോൾ വാല്യൂ ആണോ സീറോ വാല്യൂ ആണോ ഏതാണോ ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ കൂടുതലായിട്ടുള്ളത് അതായിരിക്കും നമ്പർ ഓഫ് റൂട്ട് ലോക്കസ്. ഇതിൻ്റെ കേസിൽ ഇസഡിൻ്റെ വാല്യൂ നില്ലാണ്, പിയുടെ വാല്യൂ 4 ആണ്. ഇപ്പോൾ ഇവിടെ ഏതാ ഗ്രേറ്റർ ആയിട്ടുള്ളത്? പി ആണ്. സോ നമ്പർ ഓഫ് റൂട്ട് ലോക്കസ് വിൽ ബി ഈക്വൽ ടു പി, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, ഇതിൻ്റെ കേസിൽ പി ആണ് ലാർജർ, പിയുടെ വാല്യൂ നമുക്കറിയാം 4 ആണ്. സോ ഹിയർ നമ്പർ ഓഫ് റൂട്ട് ലോക്കസ് ഈക്വൽ ടു 4. ഇതാണ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ട് ലോക്കസ് റിയൽ ആക്സിസിൽ എവിടെയൊക്കെ ലൈ ചെയ്യുന്നുണ്ടെന്നത്. റൂട്ട് ലോക്കസ് റിയൽ ആക്സിസിൽ അതിൻ്റെ ലൊക്കേഷൻ എവിടെയൊക്കെ ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് സ്റ്റെപ്പ് 5.
റിയൽ ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് ആക്സിസ് ആണ്, സിഗ്മയാണ് റിയൽ ആക്സിസ്. ഇപ്പോൾ പോൾ സീറോ പ്ലോട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി സീറോയിൽ ഒരു പോളുണ്ട്, അതുപോലെ -4 ഒരു പോളുണ്ട്. ഇപ്പൊ റിയൽ ആക്സിസിൽ എവിടെയൊക്കെ റൂട്ട് ലോക്കസ് ഉണ്ടെന്നാണ് നെക്സ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ പ്രോബ്ലത്തിനകത്ത് ടോട്ടലി 4 റൂട്ട് ലോക്കസ് ഉള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി റിയൽ ആക്സിസിൽ എവിടെയൊക്കെ റൂട്ട് ലോക്കസ് ഉണ്ടെന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യുന്ന പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ആക്സിസിൽ ഡിഫറെന്റ് സെക്ഷൻസ് നോക്കും. സെക്ഷൻസ് നോക്കിയിട്ട് അതിൻ്റെ നമ്പർ ഓഫ് പോൾസ്, സീറോ വാല്യൂസ് ഓഡ് ആണോ ഈവൻ ആണോ നോക്കും. ഈവൻ വാല്യൂ ആണെങ്കിൽ റൂട്ട് ലോക്കസ് കാണത്തില്ല, ഓഡ് വാല്യൂ ആണെങ്കിൽ റൂട്ട് ലോക്കസ് കാണും. ഓക്കെ, അതാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്താ ചെയ്യുന്നത്? റിയൽ ആക്സിസിൽ പല പല സെക്ഷൻസ് എടുക്കും. സെക്ഷൻസ് എടുത്തിട്ട് അതിൻ്റെ റൈറ്റ് ഹാഫിൽ എത്ര റൂട്ട്സ് ഉണ്ടെന്ന് നോക്കും. പോൾസ് ആവാം, സീറോസ് ആവാം. ആ നമ്പർ ഓഡ് വാല്യൂ ആണെങ്കിൽ റൂട്ട് ലോക്കസ് ഉണ്ട്, ഈവൻ വാല്യൂ ആണെങ്കിൽ റൂട്ട് ലോക്കസ് ഇല്ല. അതാണ് റിയൽ ആക്സിസിൽ റൂട്ട് ലോക്കസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രൊസീജിയർ. വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല സെക്ഷൻസ്. ഇപ്പം ഈ റൈറ്റ് മോസ്റ്റ് ഒരു സെക്ഷൻ എടുത്തു, അതിൻ്റെ റൈറ്റ് ഹാഫിലോട്ടുള്ള റിയൽ ആക്സിസിലുള്ള പോൾസ് ആൻഡ് സീറോസ് നോക്കും. ഇതിൻ്റെ കേസിൽ ഈ ഒരു സെക്ഷൻ്റെ റൈറ്റ് ഹാഫിലോട്ട് പോൾസും സീറോസും ഒന്നുമില്ല. മീൻസ് എന്താണ്? സീറോ ആണ്. സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ വാല്യൂ ആണ്. ഈവൻ വാല്യൂ ആണെങ്കിൽ എന്തെന്നാ പറഞ്ഞത്? ഈവൻ വാല്യൂ ആണെങ്കിൽ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ, ഇങ്ങോട്ടുള്ള സെക്ഷനിൽ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്ത് നമ്മൾ ഇത് ഈ 2 പോളിന്റെ ഇടയ്ക്കുള്ളൊരു സെക്ഷൻ എടുത്തു. ഓക്കെ, ഈ ഒരു സെക്ഷൻ എടുത്തു. അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ള റിയൽ ആക്സിസിൽ റൂട്ട്സ് നോക്കി. ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ള റിയൽ ആക്സിസിലെ റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റൂട്ടേ ഉള്ളൂ, അറ്റ്ലീസ് ഒരു പോളേ ഉള്ളൂ. സീറോയിലൊരു പോളുണ്ട്. 1 മീൻസ് എന്താണ്? ഓഡ് വാല്യൂ ആണ്. ഓഡ് വാല്യൂ ആണെങ്കിൽ ആ സെക്ഷനിൽ റൂട്ട് ലോക്കസ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇതിൽ നിന്ന് മീനിങ് കിട്ടി? -4നും 0യ്ക്കും ഇടയ്ക്ക് റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനത് ഇങ്ങനെ മാർക്ക് ചെയ്യാണ്, ബ്ലൂ കളർ വെച്ച് മാർക്ക് ചെയ്യാണ്. ഈ ഒരു ഏരിയയിൽ എന്തുണ്ടെന്ന് മനസ്സിലായത്? there lies a റൂട്ട് ലോക്കസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് കൺസിഡർ ചെയ്യണം? അടുത്തൊരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. അതിൻ്റെയും റൈറ്റ് ഹാഫിലേക്ക് നോക്കുക. റൈറ്റ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് എത്ര റൂട്ട്സ് റിയൽ ആക്സിസിലുണ്ടെന്ന് നോക്കുക. ഇതിൻ്റെ കേസിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് റിയൽ ആക്സിസിൽ -4 റൂട്ടുണ്ട്, അത് പോളുണ്ട്, അതുപോലെ 0 പോളുണ്ട്. അതായത് 2 പോൾസ് ഉണ്ട്. 2 മീൻസ് എന്താണ്? ഈവൻ വാല്യൂ ആണ്. ഈവൻ ആണെങ്കിൽ റൂട്ട് ലോക്കസ് ഇല്ല. അപ്പോൾ ഈ ഇങ്ങോട്ടൊരു സെക്ഷനകത്തും റൂട്ട് ലോക്കസ് ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനകത്ത് റൂട്ട് ലോക്കസ് റിയൽ ആക്സിസിൽ ലൈ ചെയ്യുന്ന ഏരിയ ഇത് മാത്രമേ ഉള്ളൂ. 0യിലും -4നും ഇടയ്ക്ക് റൂട്ട് ലോക്കസ് ലൈ ചെയ്യുന്നുണ്ട്, ബാക്കി റീജിയനിൽ റൂട്ട് ലോക്കസ് ലൈ ചെയ്യുന്നില്ല. അതാണ് സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് റൂട്ട് ലോക്കസിന്റെ ഏത് ഡയറക്ഷനിൽ അല്ലെങ്കിൽ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ആ റൂൾ വെച്ചിട്ടാണ് വരുന്നത്. ഇപ്പൊ റൂട്ട് ലോക്കസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോളിന്നായിരിക്കും, എൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ അതൊരു ഒരു ലോക്കസ് ആണല്ലോ. അപ്പോൾ ലോക്കസ് എന്ന് പറയുമ്പം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും, എൻഡിങ് പോയിന്റ് കാണും. എപ്പോഴും എവിടെയെങ്കിലും നമ്മൾ റൂട്ട് ലോക്കസിനകത്ത് അല്ലെങ്കിൽ ഈ എക്സ്പ്ലെയിനകത്ത് ഒരു പോൾ ഉണ്ടെങ്കിൽ അവിടുന്ന് റൂട്ട് ലോക്കസ് എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ ലോസേജ് ചെന്നുടനെ എൻഡ് ചെയ്യണ്ടേ? എൻഡ് ചെയ്യുന്നത് ആ ക്വസ്റ്റിനകത്ത് 0 ഉണ്ടെങ്കിൽ 0യിൽ വന്ന് എൻഡ് ചെയ്യും. 0 ഇല്ല എന്നുള്ള കേസിൽ ഇൻഫിനിറ്റിയിൽ എൻഡ് ചെയ്യുന്നുള്ളതാണ് ഇതിനകത്ത് കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിനകത്ത് സീറോസ് ഇല്ല. അപ്പം റൂട്ട് ലോക്കസ് എവിടെയായിരിക്കും വന്ന് എൻഡ് ചെയ്യുന്നത്? ഇതിന്റെ കേസിൽ ഇൻഫിനിറ്റിയിലായിരിക്കും എൻഡ് ചെയ്യുന്നത്, കാരണം സീറോസ് ഇല്ല. ഒന്നുകൂടെ പറയാം, പോൾസിൽ നിന്നായിരിക്കും. ഇപ്പം ഇതിന്റെ കേസിൽ 4 പോൾസ് ഉണ്ട്. അപ്പോൾ ഈ 4 പോളിൽ നിന്നും റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് എത്ര റൂട്ട് ലോക്കസ് ഉണ്ട്? 4 റൂട്ട് ലോക്കസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 4 റൂട്ട് ലോക്കസ് എന്ന് മനസ്സിലായി, അതുപോലെ 4 പോളും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ പോൾ എവിടെ പോളുണ്ടോ അവിടുന്ന് റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഈ പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഈ പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ ഈ 4th പോളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും. എൻഡ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? 0. ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിനകത്ത് 0 എന്നുള്ള വാല്യൂ ഉണ്ടെങ്കിൽ ആ 0യിൽ, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ. അതാണ് എൻ്റെ കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ ഒരു പോളിൽ നിന്ന് റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് മനസ്സിലായി. ഏത് പോളുണ്ടോ അവിടുന്ന് റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഡയറക്ഷനിൽ റൂട്ട് ലോക്കസ് ഇല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലേ പോകത്തുള്ളൂ? ഈ ഡയറക്ഷനിലേ പോകത്തുള്ളൂ. ഈ ഡയറക്ഷനിൽ പോകത്തില്ല. ഇവിടുന്ന് ഒരു പോൾ സ്റ്റാർട്ട് ചെയ്യും,
അത് ഈ ഡയറക്ഷനിൽ, അതായത് ലെഫ്റ്റ് സൈഡിലോട്ടേ അത് പാസ് ചെയ്യത്തുള്ളൂ. ഈ റൈറ്റ് സൈഡിലോട്ട് പോകത്തില്ല, കാരണം അവിടെ റൂട്ട് ലോക്കസ് ഇല്ല എന്നുള്ള ഓൾറെഡി നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതുപോലെ ഈ പോളിൽ നിന്നും ഒരു റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യും, ഈ ഡയറക്ഷനിൽ റൂട്ട് ലോക്കസ് ഇല്ല. അപ്പോൾ എങ്ങോട്ടേ സ്റ്റാർട്ട് ചെയ്തു, എങ്ങോട്ടേ പോകത്തുള്ളൂ, ഈ ഒരു ഡയറക്ഷനിലേ പോകത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ രണ്ട് റൂട്ട് ലോക്കസിന്റെ കാര്യം മനസ്സിലായി. ഒന്ന് ഈ 0 സ്റ്റാർട്ട് ചെയ്ത് ഈ ഡയറക്ഷനിൽ പോവും, സെക്കൻഡ് ഈ -4 സ്റ്റാർട്ട് ചെയ്ത് ഈ ഡയറക്ഷനിൽ വരും. അപ്പൊ ഇതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലായി, രണ്ട് പോൾ ഹെഡ് ടു ഹെഡ് വരികയാണെങ്കിൽ അതിന്റെ ഇൻഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, there will be a break away point ഉണ്ടെന്നാണ്. ബ്രേക്ക് അവേ പോയിന്റ് ഉണ്ടെന്നാണ്. ഓക്കെ, ബ്രേക്ക് അവേ പോയിന്റ് ഉണ്ട്. ഇതുപോലെ രണ്ട് പോൾസ് ഹെഡ് ടു ഹെഡ് വരികയാണ്. ഇവിടെ ഒരു പോളുണ്ട്, ഇവിടെ ഒരു പോളുണ്ട്. ഈ ഡയറക്ഷനിൽ വരുവാണെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒരു പോയിന്റ് വന്നത് ബ്രേക്ക് അവേ ചെയ്യും. ഓക്കെ, അത് പോളിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയും. സീറോസ് ആയിരുന്നു, ഇങ്ങനെ 0 രണ്ടെണ്ണം വരുവാണെങ്കിൽ അതിന് നമ്മൾ ബ്രേക്ക് ഇൻ പോയിന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്, there is a ബ്രേക്ക് അവേ പോയിന്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ബ്രേക്ക് അവേ പോയിന്റ് ഉണ്ട്. അതുപോലെ ഇതിപ്പോ കോംപ്ലക്സ് പോൾ കേസാണ്. ഈ ഇങ്ങനെ സ്പേസിൽ പോൾസ് വരുന്നുണ്ട്, കോംപ്ലക്സ് പോൾ കേസാണ്. കോംപ്ലക്സ് പോൾ കേസിൽ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്തെങ്കിൽ ഇത് ഈ പോളിൽ നിന്ന് എന്തായാലും ഒരു റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യും, അത് ഏത് ഡയറക്ഷനിൽ പോകണം നമുക്ക് അറിയണം. കാരണം ഇതൊരു സ്പേസ് നീക്കുക, ഇതിപ്പോൾ റിയൽ ആക്സിസിലാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ പറയാൻ പറ്റും. ഇതിപ്പോൾ ഒരു സ്പേസ് നീക്കുകയാണ്, സ്പേസ് നീക്കുന്നതിന് നമുക്ക് അതിന്റെ ആംഗിൾ അറിഞ്ഞെങ്കിൽ നമുക്ക് ഏത് ഡയറക്ഷനിൽ പോകുമെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇത് റൂട്ട് ലോക്കസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് അത് എപ്പോഴും റൂട്ട് ലോക്കസ് റിയൽ ആക്സിസിനും ഈ എക്സ് ആക്സിസിനും സിമെട്രി ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് നമ്മളൊരു ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കിട്ടുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, സിമെട്രി ആയിട്ടായിരിക്കും എന്ത് വരുന്നത്, ഇതിന്റെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ വരുന്നത്. സപ്പോസ് ഇവിടെ 45 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ -45 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ആയിരിക്കും എന്ത് വരുന്നത്, അതിന്റെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തുള്ള പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോകുന്നു. അത് ഈ ഒരു പ്രോബ്ലത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ കേസസും വരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ബാക്കി ചെയ്യുമ്പോൾ മനസ്സിലാവും, എല്ലാ കേസസും ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ടൈപ്പ് പ്രോബ്ലം ആണ് കൂടുതൽ റിപ്പീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പർട്ടിക്കുലർ പ്രോബ്ലം 2019, അതായത് നിങ്ങൾ സീനിയേഴ്സിന്റെ ലാസ്റ്റ് റെഗുലർ എക്സാമിന് SCRT ചോദിച്ച റൂട്ട് ലോക്കസ് പ്രോബ്ലം ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, നമ്പർ ഓഫ് പോൾസ് ഫൈൻഡ് ഔട്ട് ചെയ്തു, നമ്പർ ഓഫ് സീറോസ് ഫൈൻഡ് ഔട്ട് ചെയ്തു, പോൾ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു, അതുപോലെ സീറോ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. പോളും സീറോയും കിട്ടുമ്പോഴത്തേക്ക് വി വിൽ പ്ലോട്ട് ദ പോൾ സീറോ പ്ലോട്ട്. പോൾ സീറോ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും അത് ഏത് കേസാണ് വരുന്നുള്ളത്. ഇപ്പൊ ഇവിടെ -2 + 4j, അതുപോലെ -2 - 4j കോംപ്ലക്സ് പോൾ കേസാണ്. ഈ കോംപ്ലക്സ് പോൾ വരുമ്പോഴത്തേക്ക് എപ്പോഴും അത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ട് വരുത്തുള്ളൂ. ഇപ്പൊ -2 + 4j ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി -2 - 4j കാണും. ഓക്കെ, അപ്പം നമ്മൾ അത് ഡ്രോ ചെയ്തു. അതിനുശേഷം നമ്പർ ഓഫ് റൂട്ട് ലോക്കസ് ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത്, ഇപ്പം ഇവിടെ പോളാണ് കൂടുതൽ, അപ്പം നമ്പർ ഓഫ് റൂട്ട് ലോക്കസ് വിൽ ബി ഈക്വൽ ടു P ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. അതിനുശേഷം റിയൽ ആക്സിസിൽ എവിടെയൊക്കെ റൂട്ട് ലോക്കസ് ഉണ്ടെന്നും ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിനുശേഷം എല്ലാ പോളിൽ നിന്ന് റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യുന്നറിയാം, അതനുസരിച്ച് ഈ പോളിൽ നിന്ന് ഈ ഡയറക്ഷനിലും, അതുപോലെ -4 പോളിൽ നിന്ന് ഈ ഡയറക്ഷൻ, അതായത് റൈറ്റിലോട്ടും ഇത് ലെഫ്റ്റിലോട്ടും ആണ് ഡയറക്റ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പോയിന്റ് വന്നിട്ട് ഇത് ബ്രേക്ക് അവേ ചെയ്യും. അപ്പോൾ നമുക്ക് ബ്രേക്ക് അവേ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ കോംപ്ലക്സ് കേസ് ആയതുകൊണ്ട് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്രേക്ക് അവേ പോയിന്റ് ഉള്ള കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്തു. ഇനി ഇപ്പം ബ്രേക്ക് അവേ ചെയ്യുമ്പോൾ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് അവേ ചെയ്തിട്ട് അതിന് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും അത് പോവാം. ബ്രേക്ക് അവേ ചെയ്തിട്ട് 90 ഡിഗ്രിയിലോ 60 ഡിഗ്രിയിലോ 30 ഡിഗ്രിയിലോ അങ്ങനെ ഏത് ഡിഗ്രീസിൽ വേണമെങ്കിലും അതെന്ത് ചെയ്യാം, ബ്രേക്ക് അവേ ചെയ്ത് പോവാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടുമ്പോൾ അതിന് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് എന്നാണ് പറയുന്നത്. ആ ആംഗിൾ കിട്ടുമ്പോഴത്തേക്ക് ഈ jω ആക്സിസിലോട്ടുള്ള ആംഗിൾ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ക്രോസിംഗ് പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണോ വേണോ എന്നുള്ളത് നമുക്ക് ആ ഒരു ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് അവേ പോയിന്റ് ഫൈൻഡ് ഔട്ട് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് വേണം. ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ, ആംഗിൾ മാർക്കണമെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റ് വേണം. ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ബ്രേക്ക് അവേ പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലായി. ബ്രേക്ക് അവേ വരുമ്പോഴത്തേക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും പോവാം. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വി നീഡ് ടു ഫൈൻഡ് അസിംപ്റ്റോട്ട്.
അസിംപ്റ്റോട്ട് ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു ആംഗിൾ മാർക്ക് ചെയ്യണമെങ്കിൽ ഒരു പോയിന്റ് വേണം. ആ പോയിന്റ് ആണ് നമ്മൾ സെൻട്രോയിഡ് ആയിട്ട് ഇതിന്റെ കേസിൽ പറയുന്നത്. ഇന്റർമീഡിയറ്റ് പോയിന്റ് ആണ് സെൻട്രോയിഡ്. ആ സെൻട്രോയിഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇക്വേഷൻ സിഗ്മ ഈക്വൽ ടു സം ഓഫ് പോൾസ് മൈനസ് സം ഓഫ് സീറോസ് ഡിവൈഡഡ് ബൈ പി മൈനസ് ഇസഡ്. ഇതാണ് സെൻട്രോയിഡ് ഇക്വേഷൻ. സം ഓഫ് പോൾസ് മൈനസ് സം ഓഫ് സീറോസ് ഡിവൈഡ് ബൈ പി മൈനസ് ഇസഡ്. സം ഓഫ് പോൾസ് എന്ന് വെച്ചാൽ സം മീൻസ് പോൾ വാല്യൂസിന്റെ സം. നമ്മളുടെ പോൾ വാല്യൂസ് ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 4 പോൾ വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സം ഓഫ് പോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോൾ വാല്യൂസിന്റെ സം, അതായത് 0 പ്ലസ് -4 പ്ലസ് -2 പ്ലസ് 4j പ്ലസ് -2 മൈനസ് 4j. ഇതാണ് സം ഓഫ് പോൾസ്. സിഗ്മ പി എന്ന് പറയും സം ഓഫ് പോൾസ്. -8 -0 ഡിവൈഡ് ബൈ 4 -0. 4 നമ്പർ ഓഫ് പോൾസ് പി, ഇസഡ് നമ്പർ ഓഫ് സീറോസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടി. ഓക്കെ, സെൻട്രോയിഡ് വാല്യൂ -2 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ഈ -2 ആണ് സെൻട്രോയിഡ്. ദിസ് ഈസ് ദ സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്തിനാ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന? ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ ഒരു പോയിന്റ് വേണം. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് 6. ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്. അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ 180 into 2n plus 1 divided by p minus z, where n equal to 0, 1 up to p minus z minus 1. Important equation ആണ് angle of asymptote. അസിംപ്റ്റോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻഫർമേഷനാണ് കിട്ടുന്നത്? ഇവിടുന്ന് ബ്രേക്ക് അവേ ചെയ്ത് ഏത് ഡയറക്ഷനിൽ പോകും നമുക്ക് മനസ്സിലാവും. അത് ഈ 90 ഡിഗ്രിക്ക് താഴെ ആണ് നമുക്ക് കിട്ടുന്നത് വാല്യൂ എന്നെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് j⍵ ആക്സിസ് ക്രോസ് ചെയ്തുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ആ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണോ വേണോ എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. കേസിൽ എന്നിന്റെ വാല്യൂ 0, 1 അപ് ടു p മൈനസ് z മൈനസ് 1 ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ p എന്ന് വെച്ചാൽ 4 ആണ്, മൈനസ് z ഇല്ല, -1 ആണ്. അപ്പൊ അപ് ടു എന്നിന്റെ വാല്യൂ അപ് ടു എവിടെ കണ്ടുപിടിക്കണം? 0, 1 to 3 വരെ കണ്ടുപിടിക്കണം. ഇവിടെ 4 - 1 എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ എൻ്റെ വാല്യൂ 0 up to 3 വരെ, ദാറ്റ് ഈസ് 0, 1, 2, 3 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഈ ഇക്വേഷനകത്ത് എന്നിന് 0 to 3 കൊടുത്ത് ഡിഫറെന്റ് തീറ്റ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് n ഈക്വൽ ടു 0, θ1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്നിന് 1 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് 180 എന്നിന് 0 കൊടുക്കുക. സോ 180 ഇൻറ്റു 1 ഡിവൈഡ് ബൈ p എത്ര ആയിരുന്നു? 4 ആയിരുന്നു. മൈനസ് z 0 ആയിരുന്നു. അപ്പോൾ 180/4 എന്ന് പറയുമ്പോഴത്തേക്ക് 45 ഡിഗ്രി കിട്ടും θ1. ഇനി സെക്കൻഡ് എന്ത് കണ്ടുപിടിക്കണം? n ഈക്വൽ ടു 1ന് ഓക്കെ അടുത്ത ആംഗിൾ θ2 ഈക്വൽ ടു ഈ ഇക്വേഷനകത്ത് 180 ഇൻറ്റു എന്നിന് 1 കൊടുക്കുമ്പോഴത്തേക്ക് 2 + 1 3 ഡിവൈഡഡ് ബൈ p മൈനസ് z 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 135 ഡിഗ്രി എന്ന് കിട്ടും. അപ് ടു എവിടെ വരെ കണ്ടുപിടിക്കണം? 3 വരെ. അപ്പോൾ n ഈക്വൽ ടു നെക്സ്റ്റ് 2 കൊടുത്തു, θ3 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇവിടെ n 3 കൊടുക്കുമ്പോഴത്തേക്ക് 180 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 225 എന്ന് കിട്ടും. ഇപ്പോൾ 360 നമ്മൾ 360 മൈനസ് 225 എന്ന് പറയുമ്പോഴത്തേക്ക് -135 എന്ന് കിട്ടും. ഓക്കെ, അതായത് 225 സെയിം ആസ് -135. നമ്മൾ -135 എന്ന് എഴുതി. ഇനി നെക്സ്റ്റ് n ഈക്വൽ ടു 3 കൊടുക്കുക. അപ് ടു 3 വരെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. θ4 ഈക്വൽ ടു 180 ഇൻറ്റു എന്നിന് 3 കൊടുക്കുമ്പോഴത്തേക്ക് 7 വരും. 7 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 315 എന്ന് വരും. നമ്മൾ 360 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് -45 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇവിടുത്തെ 4 ആംഗിൾസ് ഒന്ന് കണ്ട്. അപ്പം ഇവിടെ ഇത് 45 ആണ്, ഇത് -45 ആണ്. അപ്പോൾ എന്ത് വരും? +or-45ഉം അതുപോലെ ഇവിടെ 135 ആണ്, -135 ആണ്. +or-135. അങ്ങനെ 4 ആംഗിൾസ് ആണ് ഇതിന്റെ കേസിൽ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം?
ആ സെൻട്രോയിഡ് ഉണ്ടല്ലോ ഈ -2 വെച്ചിട്ട് ഈ ആംഗിൾസ് നമ്മൾ മാർക്ക് ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെൻട്രോയിഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് -2 വെച്ചിട്ട് ഈ ആംഗിൾ ഇപ്പോൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ആംഗിൾ മാർക്ക് ചെയ്യണം. ഇവിടെ ആംഗിൾ വന്നിരിക്കുന്നത് ഒന്ന് 45 ഡിഗ്രിയാണ്. ഓക്കെ, 2 വെച്ചിട്ട് 45 ഡിഗ്രി പ്രൊട്രാക്ടർ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇത് 45 ഡിഗ്രി. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് -45 ഡിഗ്രി. ഇതാണ് -45 ഡിഗ്രി. അതുപോലെ അടുത്തത് 135 ഡിഗ്രി. 90 135 നോക്കുക. ദിസ് ഈസ് 135 ഡിഗ്രി. അതുപോലെ -135 ഡിഗ്രി. -135 ഡിഗ്രി. നമ്മൾ എന്ത് മാർക്ക് ചെയ്തു? ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സ് സെൻട്രോയിഡ് -2 വെച്ചിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നുള്ള ഇൻഫോർമേഷൻ കണ്ടില്ലേ, 90 ഡിഗ്രിക്ക് താഴെ ആംഗിൾ വന്നതുകൊണ്ട് ഇവിടെ jω ആക്സിസ് ക്രോസിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ഇതിൻ്റെ കേസിൽ ഈ ഒരു പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൽ നിന്നുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോള് അതുപോലെ ഈ ഒരു പോളും ഇതിൻ്റെ കേസിൽ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വന്ന് ബ്രേക്ക് അവേ ചെയ്തിട്ട് ഈ ഒരു ആംഗിളിലായിരിക്കും, അത് ആ ഡയറക്ഷനിലായിരിക്കും റൂട്ട് ലോക്കസ് അതിൻ്റെ ലോക്കസ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നത്? ഈ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സ് മാർക്ക് ചെയ്യുന്നത്. ഇനി ബ്രേക്ക് അവേ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ഇതിൻ്റെ കേസിൽ ഇവിടെ ബ്രേക്ക് അവേ പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സെൻട്രോയിഡ് ഫൈൻഡ് ഔട്ട് ചെയ്തു. സെൻട്രോയിഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ സം ഓഫ് പോൾസ് മൈനസ് സം ഓഫ് സീറോസ് ഡിവൈഡ് ബൈ പി മൈനസ് ഇസഡ്. പോൾ വാല്യൂസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സം എടുക്കുക. സീറോ വാല്യൂസിൻ്റെ കേസ് 0 ആണ്. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പോൾസ് ആണ്. ക്യാപിറ്റൽ ഇസഡ് നമ്പർ ഓഫ് സീറോസ് ആണ്. അപ്പോൾ ഇവിടെ സം ഓഫ് പോൾസ് -8 കിട്ടും, സീറോസ് ഇല്ല, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോൾസ് 4 ആണ്. അപ്പോൾ സെൻട്രോയിഡ് -2 കിട്ടി. ഇനി നെക്സ്റ്റ് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 180 × 2n+1 ഡിവൈഡ് ബൈ പി മൈനസ് ഇസഡ്. അപ്പോൾ അതിനകത്ത് തെറ്റിപ്പോകുന്ന ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ എവിടം വരെ പോകുന്നുള്ളത് ഓർത്തോണം. P-Z-1 ആണ്. 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 0 to 3 വരെയുള്ള വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ സെൻട്രോയിഡ് വെച്ചിട്ട് ആംഗിൾ മാർക്ക് ചെയ്തു. അപ്പോൾ ആംഗിൾ മാർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ jω ആക്സിസ് ക്രോസിംഗ് പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ ബ്രേക്ക് അവേ പോയിന്റ്. നമുക്കിപ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചോളൂ. ഇനി ആക്ച്വൽ പോയിന്റ് കണ്ടുപിടിക്കണം. ഇതിന്റെ കേസിൽ ആക്ച്വൽ ബ്രേക്ക് അവേ പോയിന്റ് എവിടെയാണെന്നുള്ള കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. 0-ക്കും -4 ഇടയ്ക്കെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതിന്റെ ആക്ച്വൽ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക് അവേ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ബ്രേക്ക് അവേ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ബ്രേക്ക് അവേ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കണം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, അതായത് 1 + GS HS = 0. അതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നമുക്ക് GS HS പ്രോബ്ലത്തിനകത്ത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. K ഡിവൈഡഡ് ബൈ S × S+4 × S² + 4S + 20 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. GS HS തന്നിട്ടുണ്ട്. ഇപ്പോൾ 1 + K ആ ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ S × S+4 × S² + 4S + 20 + K = 0 എന്ന് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് S⁴ + 8S³ + 36S² + 80S + K = 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി ബ്രേക്ക് അവേ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ dk/ds ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് =0 കൊടുക്കും. അപ്പം കിട്ടുന്ന എസിന്റെ വാല്യൂസ് ആണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ S⁴ + 8S³ + 36S² + 80S = -k എന്ന് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ dk/ds എടുക്കും. ഇതിന്റെ dk/ds എടുക്കും. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കും. ഡെറിവേറ്റീവ് എടുത്തിട്ട് അപ്പോൾ ആ കിട്ടുന്ന വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യും? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോഴത്തേക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എസിന് വാല്യൂസ് വരും. പ്രീവിയസ് വീഡിയോസ് നോക്കിയാൽ മതി, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രൊസീജിയർ ഒന്ന് നോക്കിയാൽ മതി. ആ
റൂട്ട് ലോക്കസിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതുപോലെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഡി കെ ബൈ ഡി എസ് ഇക്വേറ്റ് ചെയ്ത് 0 കിട്ടുമ്പോൾ എസിന്റെ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് എസ് ഇസ് ഈക്വൽ ടു -2, എസ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് ജെ 2.45, എസ് ഇസ് ഈക്വൽ ടു -2 മൈനസ് ജെ 2.45. ഇത്രയാണ് ഇതിന്റെ കേസിൽ ബ്രേക്ക് അവേ പോയിന്റ് വാല്യൂസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഈ വാല്യൂസ് ആണ്. ഇതിന്റെ പ്രോബ്ലം നോക്കുമ്പോഴത്തേക്ക് ഈ വാല്യൂസ് ഞാൻ വാല്യൂസ് ഇവിടെ ഒന്നും കൂടി എഴുതുകയാണ്. ബ്രേക്ക് അവേ പോയിന്റ് വാല്യൂസ് കിട്ടിയത് എസ് ഇസ് ഈക്വൽ ടു -2, എസ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് ജെ 2.45, എസ് ഇസ് ഈക്വൽ ടു -2 മൈനസ് ജെ 2.45. ഇത്രയായിരുന്നു വാല്യൂസ് ആയിട്ട് കിട്ടിയത്. അപ്പം ഈ -2 എന്ന് പറയുമ്പോഴത്തേക്ക് -4നും 0യ്ക്കും ഇടയ്ക്കാണ്. അപ്പോൾ ഇതൊരു ബ്രേക്ക് അവേ പോയിന്റ് ആണ്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ -2 പ്ലസ് ജെ 2.45, ഇതാണ് -2 എന്ന് പറയുന്ന പോയിന്റ്. ജെ വരുമ്പോഴത്തേക്ക് +2 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് അല്ലേ, ഇതിപ്പം -2 പ്ലസ് ജെ 2.45 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് ആണ്. ഇത് 2 ഇപ്പൊ 2.45. അതുപോലെ -2 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പോയിന്റ്. അപ്പൊ അത് എന്താണ്, ഇവിടെയും ബോളുണ്ട്, ഇവിടെയും ബോളുണ്ട്. അപ്പൊ അത് ഹെഡ് ടു ഹെഡ് വരുന്നുണ്ട്. അപ്പൊ അത് എന്താണ് ബ്രേക്ക് അവേ പോയിന്റ് ആണ്. ഇത് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസിലാണെങ്കിൽ ഒരു ബ്രേക്ക് അവേ ഒക്കെ കാണത്തുള്ളൂ. ഓക്കെ, ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഈ റേഞ്ചിനുള്ളിലായിരിക്കത്തില്ല. ഇപ്പൊ സപ്പോസ് നമുക്ക് ഡി കെ ബൈ ഡി എസ് ഈക്വൽ ടു 0 കൊടുത്ത് ഒരു എസിന്റെ വാല്യൂ -5 കിട്ടിയെന്ന് വെച്ചോ. -5 കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് അവേ ആവത്തില്ല. കാരണം നമുക്കറിയാം ഈ -5 ഇപ്പൊ -5 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് അല്ലേ, അവിടെ എന്തില്ല, ബ്രേക്ക് അവേ ഇല്ല. ബ്രേക്ക് അവേ ചെയ്യുന്ന എവിടെ മാത്രമേ ഉള്ളൂ, ഈ പോളിനും ഈ പോളിനും ഇടയ്ക്കേ ഉള്ളൂ. ഓക്കെ, രണ്ട് പോള് വരുന്ന ഹെഡ് ടു ഹെഡ് വരുന്ന ഏരിയയിലെ ബ്രേക്ക് അവേ കാണത്തുള്ളൂ. അപ്പൊ ഈ തന്നിക്കുന്നതിനകത്ത് നമുക്ക് കിട്ടിയ വാല്യൂസ് -2 എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ -2 പ്ലസ് ജെ 2.45 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെയും പോളുണ്ട്, ഇവിടെയും പോളുണ്ട്. അപ്പം ആ പാത്തിൽ വേണമെങ്കിൽ അത് ബ്രേക്ക് അവേ ചെയ്യാം. അതുപോലെ -2 മൈനസും ബ്രേക്ക് അവേ ചെയ്യാം. ഇവിടെ ഈ 3 പോയിന്റ്സും ബ്രേക്ക് അവേ പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പം ബ്രേക്ക് അവേ പോയിന്റ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോംപ്ലക്സ് പോൾ ഉണ്ട്, കോംപ്ലക്സ് പോൾ കേസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതിന്റെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓൾറെഡി എഴുതിയായിരുന്നു ആംഗിൾ ഓഫ് ഡിപ്പാർച്ചറിന്റെ കേസാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ ഈ പോൾ സ്പേസിൽ നിൽക്കുക. അപ്പൊ ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ആ പോളിൽ നിന്ന് റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഈ പോളിൽ നിന്ന് റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യും. കാരണം എവിടെ പോൾ ഉണ്ടോ അവിടെ റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യും. സ്പേസിലായതുകൊണ്ട് നമുക്ക് അതിന്റെ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ആ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ്, അതിനാണ് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഈ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചറും ഈ ജെഒമേഗ ആക്സിസ് ക്രോസിംഗ് പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ സ്റ്റെപ്പും കഴിയും. ഓക്കെ, ഇനി 2 സ്റ്റെപ്പേ ഉള്ളൂ. എന്തൊക്കെയാണ്? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ ഈ ആംഗിൾ 90ക്ക് ലെസ് ദാൻ 45 വന്നതുകൊണ്ട് ജെഒമേഗ ആക്സിസ് ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പോയിന്റ് കൂടെ കണ്ടുപിടിക്കണം. അതുപോലെ ഇവിടുന്ന് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ, അതിന്റെ ഇക്വേഷൻ സിഗ്മ തീറ്റ 0 മൈനസ് സിഗ്മ തീറ്റ പി ഈക്വൽ ടു -180 ഡിഗ്രി. ഇതാണ് അതിന്റെ ഇക്വേഷൻ. സിഗ്മ തീറ്റ 0 മൈനസ് സിഗ്മ തീറ്റ പി ഈക്വൽ ടു -180 ഡിഗ്രി. അപ്പൊ നമുക്ക് ആ പോൾ 0 പ്ലോട്ട് ഒന്നുകൂടെ വരയ്ക്കാം. പോൾസ് വരുന്ന പോയിന്റ്സ് ഒന്ന് 0യിൽ വരുന്നുണ്ട്, പിന്നെ ഒരെണ്ണം വരുന്നത് -4ലുണ്ട്. -2 പ്ലസ് 4jയിലും -2 -4jയിലും 4 പോൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പോളിന്റെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ആംഗിൾ ആണ്, അതാണ് തീറ്റ എന്ന് പറയുന്നത്. ആംഗിൾ ആണ്. അപ്പൊ ഈ ആംഗിളിന് ഞാനിപ്പം തീറ്റ P1 എന്ന് വിളിക്കുകയാണ്. ഈ ആംഗിളിന് തീറ്റ P1, ദിസ് ഈസ് തീറ്റ P2, ദിസ് പോൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ P3 ആൻഡ് ഈ പോൾ മാർക്ക് ചെയ്യുന്നത് തീറ്റ P4. എപ്പോഴും നമ്മൾ ആംഗിൾ എക്സ് ആക്സ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. എക്സ് ആക്സുമായിട്ട് റിലേറ്റ് ചെയ്താണ് മാർക്ക് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ തീറ്റ തീറ്റ P1ന്റെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പോളിലേക്ക് ബാക്കി എല്ലാ പോളിൽ നിന്നും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കും. എന്താ ചെയ്യുന്നത്, ഈ തീറ്റ P1ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ബാക്കി പോൾസും സീറോസ് ഉണ്ടെങ്കിൽ, ഓക്കെ, റൂട്ട്സിന്റെ പോൾസോ സീറോസോ ആവാം. ഇതിന്റെ കേസിൽ പോൾ മാത്രമേ ഉള്ളൂ. ബാക്കി റൂട്ട്സിൽ നിന്ന് അതിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ഇതിന്റെ കേസിൽ
സ്ട്രൈറ്റ് ലൈൻ വരച്ചു. അതുപോലെ ഈ പോളിൽ നിന്നും അതിലേക്ക് സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഈ പോളിൽ നിന്നും സ്ട്രൈറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് ഈ എക്സ് ആക്സിസുമായിട്ട് മാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മൾ ഈ മാർക്ക് ചെയ്ത്. ഇതാണ് തീറ്റ P3. ഓക്കെ, ഈ ആംഗിളാണ് തീറ്റ P2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് തീറ്റ P4 എന്ന് പറയുന്നത്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് തീറ്റ P1 ആണ്. എപ്പോഴും ആംഗിള് ഇങ്ങനെയാണെങ്കിൽ ഈ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യിക്കുന്ന ആംഗിളാണ് ഇതിൻ്റെ കേസിൽ തീറ്റ P1, തീറ്റ P2, തീറ്റ P3 എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇതിൻ്റെ കേസിൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. സിഗ്മ തീറ്റ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സമ്മ എന്നുള്ളതാണ്. ഓക്കെ, ഇത് സിഗ്മ തീറ്റ P എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ P1 പ്ലസ് തീറ്റ P2 പ്ലസ് തീറ്റ P3 പ്ലസ് തീറ്റ P4 എന്നുള്ളതാണ് സിഗ്മ കൊണ്ട് മീൻ ചെയ്യുന്നത്. സമ്മാണ് നമുക്കറിയാം. ഇവിടെ ഇതിൻ്റെ കേസിൽ സിഗ്മ തീറ്റ 0 ഉണ്ടോ? 0 വാല്യൂസ് ഇല്ല. ഓക്കെ, ഇപ്പം 0 ഉണ്ടെങ്കിൽ 0 നിന്നും ഈ പോളിലേക്ക് മാർക്ക് ചെയ്യണോ, ലൈൻ മാർക്ക് ചെയ്യണമായിരുന്നു. ഇവിടെ 0 ഇല്ല. സോ 0 മൈനസ് സം ഓഫ് പോൾസ്, അതിൻ്റെ ആംഗിൾ എന്താണ്? തീറ്റ P1 പ്ലസ് തീറ്റ P2 പ്ലസ് തീറ്റ P3 പ്ലസ് തീറ്റ P4 ഈക്വൽ ടു മൈനസ് 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീറ്റ P2ൻ്റെ വാല്യൂം തീറ്റ P3ൻ്റെ വാല്യൂം തീറ്റ P4ൻ്റെ വാല്യൂ ഈ ഒരു ഫിഗറിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? ഈ തീറ്റ P1ൻ്റെ വാല്യൂ കിട്ടും. അതിൽ തീറ്റ P4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നോൺ ആണ്. ഇപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോഴത്തേക്ക് തീറ്റ P4 എന്ന് വെച്ചാൽ എന്താണ്? 90 ഡിഗ്രിയാണ്. ഓക്കെ, തീറ്റ P4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ്, അണ്ടർസ്റ്റുഡ് ആണ്, ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൈനസ് 180 എന്ന് കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് തീറ്റ P1ൻ്റെ വാല്യൂ കിട്ടും. ഇനി ഈ തീറ്റ P2ഉം ഈ തീറ്റ P3യും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അതിനകത്ത് നമ്മൾ ഇതിൻ്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഇപ്പം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? ഞാൻ ആ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഈ ഒരു ആംഗിൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്ര ആണ്? ഇവിടെ 2 ആണ്. നോൺ ആണല്ലോ, കാരണം ഇതിൻ്റെ ഡിസ്റ്റൻസ് ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ 2 ആണ്. അതുപോലെ ഈ ഡിസ്റ്റൻസ് എന്താണ്? ഇവിടെ 4 അല്ലേ വരുന്നത്. ഇപ്പം ഇവിടെ 4 ആണ്. ഓക്കെ, ഇതിപ്പോൾ 90 ഡിഗ്രിയാണ്. ഇത് നമ്മൾ തീറ്റ ആയിട്ട് എടുക്കുന്നത് വെച്ചാൽ. ഓക്കെ, ഇപ്പോൾ ഈ തീറ്റ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതിൻ്റെ കേസിൽ ടാൻ തീറ്റ എടുക്കാം. ടാൻ തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 4/2 വരും. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഇതിൽ നിന്ന് ഇപ്പം ഇതിൻ്റെ തീറ്റ വാല്യൂ കിട്ടത്തില്ലേ? തീറ്റ വാല്യൂ കിട്ടും. ടാൻ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് ഒരു വാല്യൂ കിട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളാണ് നമുക്ക് വേണ്ട. ഏതാണ്? ഈ തീറ്റ P3 ആംഗിളാണ് വേണ്ടത്. തീറ്റ P3 വേണ്ട. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് എടുത്താൽ പോരെ. ഇതറിയാം. ഇത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 180 മൈനസ് ആ തീറ്റ എടുത്താൽ മതി. ഓക്കെ, ഈ വാല്യൂ കിട്ടും. അതുപോലെ അപ്പം തീറ്റ P4 90 ഡിഗ്രി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തു. തീറ്റ P3 ഇതനുസരിച്ച് വാല്യൂ കിട്ടും. ഇനി തീറ്റ P2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ തീറ്റ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ഇവിടെ നിന്ന് ഇവിടെ ഡിസ്റ്റൻസ് 2 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 4 തന്നെ ആയിരിക്കും. അവിടെയും നമുക്ക് ടാൻ തീറ്റ എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഈ തീറ്റ P2ൻ്റെ വാല്യൂ കിട്ടും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അൺനോൺ ആയിട്ടുള്ള എന്ത് മാത്രമേ ഉള്ളൂ? തീറ്റ P1 മാത്രമേ ഉള്ളൂ. അതിൻ്റെ വാല്യൂ കിട്ടിയത് -90 ആണ് കിട്ടിയത്. ഓക്കെ, -90 ആണ് കിട്ടിയത്. ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഡിപ്പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് ഡിപ്പാർട്ട് ചെയ്യുന്നത്. റൂട്ട് ലോക്കസ് റിയൽ ആക്സിസിന് സിമെട്രി ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്നുള്ളത് ഏത് ഡയറക്ഷനിലായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ കോംപ്ലക്സ് പോള് ഈ 90 ഡിഗ്രിയിലേക്കും പോകുന്നത്. ഇതും 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ -90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ. ഇതിൻ്റെത് 90 ഡിഗ്രി ആയിരിക്കും. ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. റൂട്ട് ലോക്കസിൻ്റെ പ്രോപ്പർട്ടി റിയൽ ആക്സിസ് സിമെട്രി വെച്ചിട്ട് നമുക്ക് ഇത് -90 കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് 90 ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്തു. -90യും +90 ആണെന്ന് മനസ്സിലായി. ഇനി ഒന്നും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്ത് മാത്രമാണ്? ഈ J omega ആക്സിസ് ക്രോസിംഗ് പോയിന്റൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. J omega ആക്സിസ് ക്രോസിംഗ് പോയിന്റ് അത് RH ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. RH ക്രൈറ്റീരിയ. ഇതിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ബ്രേക്ക് അവേ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും? RH ക്രൈറ്റീരിയ യൂസ് ചെയ്ത് J omega ആക്സിസ് ക്രോസിംഗ് പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുകയാണ്. S⁴ + 8 S³ + 36
എസ് സ്ക്വയർ പ്ലസ് 80s പ്ലസ് കെ ഈക്വൽ ടു 0. RHS ക്രൈറ്റീരിയ റൂട്ട്സ് അറേ ഫോം ചെയ്യുകയാണ്. s⁴, s³, s², s⁻⁴, s⁻0. RHS ക്രൈറ്റീരിയ ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് നമ്മൾ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേക പ്ലേലിസ്റ്റായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യുക. എങ്ങനെയാണ് RHS ക്രൈറ്റീരിയ യൂസ് ചെയ്യുന്നുള്ളത് അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് പറയുകയാണ്. ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1, 36, കെ വരും. മിസ്സിംഗ് ആയിട്ടുള്ളത് 8, 80 വരും. ബാക്കി എലമെൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും. എലമെൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതായത് 8 × 36 - 80 ഡിവൈഡ് ബൈ 8 എന്ന് വരും. ഈ ടേം അത് കിട്ടുന്നത് നമുക്ക് 26 ആണ്. ഇവിടെ 8 × k -0/8 എന്ന് പറയുമ്പോഴത്തേക്ക് k കിട്ടും. ഇവിടുത്തെ ഈ വാല്യൂ 2080 - 8k ഡിവൈഡ് ബൈ 26 എന്ന് കിട്ടും. ഇത് 0 കിട്ടും. ഇവിടുത്തെ ലാസ്റ്റ് വാല്യൂ k എന്ന് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ k വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. k വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി 2080 - 8k ഡിവൈഡ് ബൈ 26 0 എടുക്കും. അപ്പോൾ അതിൽ നിന്ന് k വാല്യൂ കിട്ടുന്നത് 260 എന്ന് കിട്ടും, kയുടെ വാല്യൂ. നെക്സ്റ്റ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ സ്റ്റേബിൾ എന്നുള്ള വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടേം ഗ്രേറ്റർ ദാൻ 0 കൊടുക്കുന്നത്. എന്നിട്ട് ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യും. j⍵ ആക്സിസ് ക്രോസിംഗ് പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യും. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യുന്നത് ഈ ഒരു റോ വെച്ചിട്ടാണ് നമ്മൾ j⍵ ആക്സിസ് ക്രോസിംഗ് പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് 26 s² പ്ലസ് k ഈക്വൽ ടു 0. നമുക്കറിയാം ഈ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ s⁴ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ 26 എന്ന് പറയുന്നത് എന്തായിരിക്കും? s² കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ഈ 36 എന്ന് പറയുമ്പോഴത്തേക്ക് s² ആണ്. അപ്പോൾ ഇവിടെ s⁴ കഴിഞ്ഞ് ഒരു ടേം കഴിഞ്ഞിട്ടാണ് s² വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിലും ഇത് 26 s² ആണ്. ഒരു ടേം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് പ്ലസ് k ആയിരിക്കും വരുന്നത്. അതാണ് 26 s² പ്ലസ് k ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഈ k നമ്മൾ ഇവിടുത്തെ ഈ ഫൈൻഡ് ഔട്ട് ചെയ്ത k ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 26 s² പ്ലസ് k ഇവിടെ കിട്ടിയത് 260 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കേസിൽ s² ഈക്വൽ ടു -10 എന്ന് കിട്ടും. എസിൻ്റെ വാല്യൂ ± j3.2 എന്ന് കിട്ടും. ഇതാണ് ഇമാജിനറി ആക്സിസ് ക്രോസിംഗ് പോയിന്റ്. ദിസ് ഈസ് ഇമാജിനറി ആക്സിസ് ക്രോസിംഗ് പോയിന്റ് ± j3.2. ഇപ്പോൾ ഇമാജിനറി ആക്സിസ് ക്രോസിംഗ് പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടി നമ്മൾ ഓൾറെഡി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ടാവും. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കുക. ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. എന്നിട്ട് അതെന്ത് ചെയ്യും? അതിന് നമ്മൾ RHS ക്രൈറ്റീരിയ അപ്ലൈ ചെയ്ത് റൂട്ട്സ് അറേ ഫോം ചെയ്ത് അതിനകത്ത് കെയുടെ വാല്യൂ സ്റ്റേബിൾ എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഇതിൻ്റെ കേസിൽ കെയുടെ വാല്യൂ 260 കിട്ടും. അതിനുശേഷം ഈ കെയുടെ തൊട്ട് മുമ്പ് വരുന്ന ഈ ഒരു റോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യും. കാരണം ഇവിടെ ഫുൾ 0 വരുന്ന കണ്ടീഷൻ വരുമ്പോഴത്തേക്കാണ് നമ്മൾക്കറിയാം RHS ക്രൈറ്റീരിയ സ്പെഷ്യൽ കേസാണ്. അപ്പോഴാണ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ വെച്ചിട്ട് അത് ചെയ്തിട്ടുള്ളത്. RHS ക്രൈറ്റീരിയ കേസിൽ സ്പെഷ്യൽ കേസാണ് ഒരു റോ ഫുൾ 0 വരുമ്പോൾ. ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ റോ ഫുൾ 0 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന് മേലത്തെ റോ എടുത്ത് ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യും. ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞത്. ഈ 1 എന്ന് പറയുമ്പോൾ s⁴ ആണ്. ഈ 1 എന്ന് പറയുന്നത് s⁴. അപ്പോൾ ഈ 26 എന്ന് പറയുന്നത് s² കോഎഫിഷ്യൻ്റ് ആയിരിക്കും. അതുപോലെ 36 എന്ന് പറയുന്നത് s⁴ കഴിഞ്ഞ് s³ മിസ് ചെയ്തിട്ടുള്ള ടേം ആണ്. അതായത് ഇവിടെ അതിൻ്റെ കേസിൽ ഒരു കോഎഫിഷ്യൻ്റ് മിസ്സിംഗ് വരും. അപ്പോൾ 26 s² പ്ലസ് s ടേം വരത്തില്ല പ്ലസ് k ഈക്വൽ ടു 0. ദിസ് ഈസ് ദ ഓക്സിലറി ഇക്വേഷൻ. അതിനകത്ത് കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എസിൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ± j3.2 എന്ന് കിട്ടും. അപ്പോൾ ക്രോസിംഗ് പോയിന്റ് കിട്ടിയിരിക്കുന്നത് 3.2. ഇവിടെ 3.2 ഒരു പോയിന്റ്, അതുപോലെ -3.2 ജയിലാണ് രണ്ട് ബ്രേക്ക് അവേ പോയിന്റ് വരുന്നത്. അപ്പോൾ ഫൈനലായിട്ട് നമുക്കിതൊന്ന് വരയ്ക്കാം. സ്കെയിൽ വെച്ച് നീറ്റായിട്ട് വരയ്ക്കണം. പോൾ വാല്യൂസ് ഒന്ന് 0-ലും 4-ലായിരുന്നു. ഇത് സെക്കൻഡ് പോൾ വരുന്നത് ഈ ഒരു പോയിന്റിലും നെക്സ്റ്റ് പോൾ വന്നത് ഈ ഒരു പോയിന്റിലുമാണ്. ഓക്കെ, ഇനി റിയൽ ആക്സിസ് ലൈ ചെയ്യുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. ഈ ഒരു റീജിയനിലാണ് റൂട്ട് ലോക്കസ് ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ പോളിൽ നിന്ന് റൂട്ട് ലോക്കസ് ഈ ഡയറക്ഷനിൽ വരും, ഈ പോളിൽ നിന്ന് റൂട്ട് ലോക്കസ് ഈ ഡയറക്ഷനിൽ വരും.
ഈ ഇവിടുന്ന് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഡയറക്ഷനിൽ വരും, ഇവിടുന്നും ഈ ഡയറക്ഷനിൽ വരും. ഇവിടെ 90 ഡിഗ്രി, ഇത് -90 ഡിഗ്രി. ഓക്കെ, ബ്രേക്ക് അവേ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ഒന്ന് ബ്രേക്ക് അവേ പോയിന്റ് -2 ബ്രേക്ക് അവേ പോയിന്റ് ആയിരുന്നു. ബ്രേക്ക് അവേ പോയിന്റ് -2 -2.45. ഇത് -2 -2.45 ഈ ഒരു പോയിന്റിലായിട്ട് വരും. അതുപോലെ ഇതിൻ്റെ കേസിലും -2 -2.45 ഈ ഒരു ഏരിയയിലായിട്ട് വരും. ഇതാണ് ബ്രേക്ക് അവേ പോയിന്റ്സ്. നമ്മളുടെ ആംഗിള് ഒന്ന് 45 ഡിഗ്രിയിൽ -45 ഡിഗ്രി, 135 ഡിഗ്രി, -135 ഡിഗ്രി. ഓക്കെ, സെൻട്രോയിഡ് -2 എന്നായിരുന്നു. ഇതിൽ നിന്നുള്ള ഇൻഫോർമേഷനെ റൂട്ട് ലോക്കസ് വരയ്ക്കുകയാണ്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഇൻഫോർമേഷൻസ് വെച്ചിട്ട് റൂട്ട് ലോക്കസ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്യും. വേറെ റൂട്ട് ലോക്കസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരും, ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ കേസിൽ ഇവിടുന്നും ഒരു റൂട്ട് ലോക്കസ്, ഈ പോളിൽ നിന്ന് റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യും, ഈ പോളിൽ നിന്ന് റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് അവേ പോയിന്റ് നമുക്ക് മനസ്സിലായി. അതുപോലെ ഇവിടെയും ഈ 3 പോയിന്റ്സ് ആണ് ബ്രേക്ക് അവേ പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും കൺസെപ്റ്റ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അതുപോലെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് വരുന്നത് ഒന്ന് ഈ 45, അതുപോലെ 135, -45, 135 ആണ്. ഓക്കെ, അപ്പം ഇവിടുന്ന് റൂട്ട് ലോക്കസ് വന്ന് ഈ ഡയറക്ഷനിൽ വന്ന് ഇവിടെ വന്നൊരു ബ്രേക്ക് അവേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ബ്രേക്ക് അവേ ചെയ്ത് ഇത് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ടിന് പാരലായിട്ടേ പോകത്തുള്ളൂ, ഈ ഡയറക്ഷനിൽ പോകും. ഓക്കെ, ഈ സ്ട്രൈറ്റ് ലൈന് വന്ന് ഈ ഡയറക്ഷനിൽ പോകും. അതുപോലെ അടുത്ത വേറെ ഉണ്ടെന്നുണ്ട ഇവിടുന്ന് വന്നുകൂടെ, ഈ പോളിൽ നിന്ന് വന്നുകൂടെ, അല്ലെങ്കിൽ ഇവിടുന്ന് വരാം, ഈ ഡയറക്ഷനിൽ വരാം. ഈ ഡയറക്ഷനിൽ വന്നിട്ട് ഇങ്ങനെ പോകും. സിമിലർലി ഇവിടുന്നൊരു പോള് വരുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ പോള് വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെയും ബ്രേക്ക് അവേ ചെയ്യാം. ഇങ്ങനെ വന്നിട്ട് ഈ ഡയറക്ഷനിൽ പോകാം. നെക്സ്റ്റ് 4th വണ്ണ് ഈ ഡയറക്ഷനിൽ പോകാം. ഇവിടെ ക്രോസ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. കൃത്യമായിട്ട് വരയ്ക്കണം കേട്ടോ. വരുമ്പോഴത്തേക്ക് ക്രോസിംഗ് പോയിന്റ് അതനുസരിച്ച് പോയിന്റ്സ് വരയ്ക്കണം, കൃത്യം പോയിന്റ്സ് എടുത്ത് വരയ്ക്കണം. പോയിന്റ് 2 കൂടെ ആയിരിക്കും ഇത് ക്രോസ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഈ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ J3.2, ഈ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ -J3.2. ഇത് ബ്രേക്ക് അവേ പോയിന്റ്സ് ആണ്. ഇപ്പം 4 റൂട്ട് ലോക്കസ് ഉണ്ട്. അപ്പോൾ ഏത് ഡയറക്ഷനിലും നമുക്ക് അസ്യൂം ചെയ്യാം. ഇപ്പം ഇവിടുന്ന് ഒരെണ്ണം വന്ന് ഇതിലേ വന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഇതിലേ വന്ന് ഒരെണ്ണം ഇങ്ങനെ വന്ന് ഈ ഡയറക്ഷനിൽ പോകുന്നത് അസ്യൂം ചെയ്യാം. സിമിലർലി ഇതിലേ ഒരെണ്ണം വരുമല്ലോ, വന്ന് ഈ ഡയറക്ഷനിൽ പോകുന്നു, ഇതിലേ വന്ന് ഈ ഡയറക്ഷനിൽ പോകുന്നു. ഓക്കെ, സൈലാബിൽ അത് പ്ലോട്ട് ചെയ്തായിരുന്നു, അതുകൊണ്ട് കാണിച്ചു തരാം. സൈലാബിൽ പ്ലോട്ട് ചെയ്തതാണ് കേട്ടോ. ഈ സെയിം ക്വസ്റ്റ്യൻ സൈലാബിൽ പ്ലോട്ട് ചെയ്തതാണ്. പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ 4 പോൾസ്. ഓക്കെ, ഇതിനകത്തിപ്പം സൈലാബ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കളർ പ്ലോട്ട് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ പോൾസ് നമുക്കറിയാം, ഒന്ന് 0 ഒരു പോളുണ്ട്, -4 ഒരു പോളുണ്ട്, പിന്നെ -2 ആക്സിസ് നോക്കണം. അപ്പോൾ ഈ 4 പോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് വരും. ഓക്കെ, ഇതെന്ന് വെച്ചാൽ -2 ആണ്. നമ്മൾ ഒരു ബ്രേക്ക് അവേ പോയിന്റ് ആണ്, ഇതൊരു ബ്രേക്ക് അവേ പോയിന്റ് ആണ്. ഇത് നമ്മൾ ഫൈൻഡ് ഔട്ട് സെക്കൻഡ് ബ്രേക്ക് അവേ പോയിന്റ്, ഇത് തേർഡ് ബ്രേക്ക് അവേ പോയിന്റ്, 3 ബ്രേക്ക് അവേ പോയിന്റ്സ് ആണ്. ഓക്കെ, സപ്പോസ് ഇതിലേ വന്ന് ഈ ഡയറക്ഷനിൽ വന്ന് ഇപ്പോൾ എന്തായാലും ഇവിടെ ബ്രേക്ക് അവേ പോയിന്റ് ഒന്ന് മനസ്സിലായി. അതുപോലെ ഇതിൻ്റെ ആംഗിൾ ഒന്ന് 45 -45 ആ ഡയറക്ഷനിലും പോകണമല്ലോ. അപ്പം 4 റൂട്ട് ലോക്കസ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഒരു അസംഷനാണ്. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഒരെണ്ണം ഈ ഡയറക്ഷനിൽ പോകുന്നു, അടുത്ത വേറൊരെണ്ണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഡയറക്ഷനിൽ വന്ന് ഈ ഡയറക്ഷനിലോട്ട് പോകുന്നു, അടുത്ത ഒരെണ്ണം ഇവിടുന്ന് നേരെ വന്ന്. അപ്പോൾ എങ്ങനെ ഉണ്ടല്ലോ അങ്ങോട്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരെണ്ണം ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് പോകും, അടുത്ത ബ്രേക്ക് അവേ ചെയ്ത് ഈ ഡയറക്ഷനിൽ പോകും. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ട് ലോക്കസ് പ്ലോട്ട് വരുന്നത്. ഇവിടെ 3 ബ്രേക്ക് അവേ പോയിന്റ്സ് ഉണ്ട്, 4 റൂട്ട് ലോക്കസ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ കേസിൽ ഈ -135 Jω ആക്സിസിൽ ക്രോസ് ചെയ്ത് പോകുന്നതുകൊണ്ട് സിസ്റ്റം എന്തായിരിക്കും,
അൺസ്റ്റേബിൾ ആയിരിക്കും. ജെ ഒമേഗ ആക്സിസിൽ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ 0 പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ 0 പോയിന്റ് എന്ന് പറയുന്നത്. 0 പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ സിസ്റ്റം എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഇതൊന്ന് നീറ്റായിട്ട് വരയ്ക്കണം. ഇതിനകത്ത് മാർക്ക് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻട്രോയിഡ് ഈ ഗ്രാഫിനകത്ത് മാർക്ക് ചെയ്യണം. അതുപോലെ അസിംപ്റ്റോട്ട്സ് മാർക്ക് ചെയ്യണം. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത അസിംപ്റ്റോട്ട്സ് ഇല്ലേ, +or-45, +or-135, അത് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആണ് ബ്രേക്ക് അവേ പോയിന്റ്സ് മാർക്ക് ചെയ്യണം. ഇവിടെ 3 ബ്രേക്ക് അവേ പോയിന്റ്സ് ഉണ്ട്, അത് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ മാർക്ക് ചെയ്യണം. അതുപോലെ ജെ ഒമേഗ ആക്സിസ് ക്രോസിംഗ് പോയിന്റ് മാർക്ക് ചെയ്യണം. ഇത്രയും പോയിന്റ്സ് ഈ ഗ്രാഫിനകത്ത് മാർക്ക് ചെയ്യണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോർമലി ഗ്രാഫാണ് എടുത്ത് നോക്കുന്നത്, എന്നിട്ട് ഇതിനകത്ത് എല്ലാ വാല്യൂസും കൃത്യമായിട്ടുണ്ടെന്നാണ് നോക്കുന്നത്. അപ്പം ഗ്രാഫിനകത്ത് നീറ്റായിട്ട് എല്ലാം കൃത്യമായിട്ട് വരയ്ക്കണം. ആ സ്കെയിലെടുത്ത് കറക്റ്റ് പോയിന്റ്സ് വെച്ചിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് നമുക്കിപ്പോൾ ഈ പോയിന്റ്സ് ഇപ്പം ജെ ഒമേഗ ആക്സിസ് ക്രോസിംഗ് പോയിന്റ് അറിയാം, ബ്രേക്ക് അവേ പോയിന്റ് അറിയാം, എവിടെയൊക്കെ ബ്രേക്ക് അവേ ഉണ്ട്, എത്ര റൂട്ട് ലോക്കസ് ഉണ്ട്, ഏതൊക്കെ ഡയറക്ഷനിലാണ് റൂട്ട് ലോക്കസ് ഉള്ളത്, അതെല്ലാം കൂടെ വെച്ചിട്ടൊരു പ്ലോട്ട് വരയ്ക്കുന്നതാണ് റൂട്ട് ലോക്കസ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു അസംഷൻസിലാണ് കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നത്. ഇപ്പം ഇതാണ് അതിൻ്റെ സൈലാബിൽ സിമുലേറ്റ് ചെയ്ത അതിൻ്റെ പർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ ഗ്രാഫ്. ഇത് ലാസ്റ്റ് ഇയർ KTU 2019 ഡിസംബറിൽ റെഗുലർ എക്സാമിന് ചോദിച്ച essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് റൂട്ട് ലോക്കസ് എന്നുള്ളത്. അപ്പം റൂട്ട് ലോക്കസ് എല്ലാ എക്സാംസിനും ഏതെങ്കിലും ഒരു പ്ലോട്ട് essay ആയിട്ട് കാണും പാർട്ട് ബിന്ന്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. അതുപോലെ നമ്മളെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ റൂട്ട് ലോക്കസിന് എല്ലാ കേസിൻ്റെയും പ്രോബ്ലംസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പാർട്ട് 7 ആണ് നമ്മളിപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. BTech MEDC.